ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നവംബർ 6 2024 നമുക്ക് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് റൈസിംഗ് സ്റ്റെം റിസർച്ച് ഡിമാൻഡ്സ് റീവൈറ്റലൈസ് എഡ്യൂക്കേഷൻ. ഇത് GS2 വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ രണ്ടാമതായിട്ട് ആധാർ ബയോമെട്രിക് ഡാറ്റ ആക്സസ് വിൽ ഫോറൻസിക്സ്. ഇത് GS2 വരുന്ന ടോപ്പിക്കാണ്. ദെൻ ഇഫ് ടാർഡിഗ്രേഡ്സ് ക്രൗഡ് സോഴ്സ്ഡ് ദെയർ റിമാർക്കബിൾ ജീൻസ് ക്യാൻ ഹ്യൂമൻസ്. ഇത് GS3 വരുന്ന ടോപ്പിക്കാണ്. പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. റൈസിംഗ് സ്റ്റെം റിസർച്ച് ഡിമാൻഡ്സ് റീവൈറ്റലൈസ്ഡ് എഡ്യൂക്കേഷൻ. GS2 വരുന്ന ടോപ്പിക്കാണ്. സ്റ്റെമ്മിനെ കുറിച്ച് നമുക്കറിയാം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റെം ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ പറയുന്നത്, ദ ആർട്ടിക്കിൾ അഡ്രസ്സസ് ദ സിഗ്നിഫിക്കന്റ് ചാലഞ്ചസ് ഫേസിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. അപ്പം ആർട്ടിക്കിൾ പറഞ്ഞ പോലെ റീവൈറ്റലൈസ് ചെയ്യാൻ എഡ്യൂക്കേഷന്. അപ്പൊ GS2 ഒരു സ്കീംസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, അതിനകത്ത് ഒരു ഹയർ എഡ്യൂക്കേഷൻ പാർട്ടിൽ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റാങ്കിങ്സിന് വേണ്ടി റിസർച്ചിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഗ്രാജുവേഷൻ, അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ പഠിക്കുന്ന അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടത്ര ഒരു സ്കിൽസ് ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇൻഡസ്ട്രിക്ക് ഒത്ത സ്കിൽസ് ഒക്കെ അവിടുത്തെ ഗ്രാജുവേറ്റ്സ് ലാക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ അവരൊരു വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇഷ്യൂ അവർക്ക് അഫക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ദ ആർട്ടിക്കിൾ അഡ്രസ്സസ് ദ സിഗ്നിഫിക്കന്റ് ചാലഞ്ചസ് ഫേസിംഗ് higher educational institutions in India, particularly in context of engineering and research education. While institutions like private engineering colleges and the IITs, Indian Institute of Technologies, have expanded access to education, there is a growing concern about the quality of students graduating from these colleges. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ ആളുകൾക്കും എഡ്യൂക്കേഷൻ ആക്സസ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റിംഗ് ഫ്രം ദീസ് കോളേജസ് അത് ഒരു കൺസേൺ ആണ് ഇപ്പോഴും. ആ കാര്യമാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. മെനി ഗ്രാജുവേറ്റ്സ് ലാക്ക് ദ സ്കിൽസ് റിക്വയർഡ് ബൈ ഇൻഡസ്ട്രി ആൻഡ് ദിസ് ഇഷ്യൂ ഈസ് അഫക്റ്റിംഗ് ബോത്ത് ദ വർക്ക് ഫോഴ്സ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്താ പറയുന്നതെന്ന്. ബാക്കി കാര്യങ്ങൾ, ദ റൂട്ട് കോസ് ഓഫ് ദീസ് പ്രോബ്ലംസ്, എവിടെയാണ് ഇതിന്റെ റൂട്ട് കോസ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവുക. ഈസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് എംഫസൈസ് ഓൺ റിസർച്ച് ഔട്ട്പുട്ട്. കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന എന്താണ്, റിസർച്ച് ഔട്ട്പുട്ട്. കൂടുതൽ റിസർച്ച് ചെയ്യുക, സച്ച് എസ് പേപ്പേഴ്സ് ആൻഡ് പേറ്റൻസ് ഓവർ പെഡഗോഗി. നമ്മളൊരു IIT എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടുത്തെ കൂടുതൽ റിസർച്ച് ആയിരിക്കും അവിടുത്തെ നമ്മുടെ മനസ്സിലേക്ക് വരിക. അവിടെ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, IIT ഇന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചു. നമ്മൾ സയൻസ് ആൻഡ് ടെക് പേജിലൊക്കെ പലപ്പോഴും നമ്മൾ സൺഡേസിലൊക്കെ കാണാറുള്ളതാണ്, IIT ആണ് ഇന്ന സാധനം കണ്ടുപിടിച്ചത്. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മൾ റിസർച്ച് ഔട്ട്പുട്ട് ആയിരിക്കും കൂടുതൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസ്റ്റീജിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫൺ പ്രഷറൈസ്ഡ് ബൈ ദർ കോളേജസ് ടു മെയിൻറ്റെയിൻ റാങ്കിങ്സ്. നമുക്കറിയാം NIRF ഒക്കെ മുതലായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിലൊക്കെ അവരുടെ സർവേസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കോളേജസ് കൂടുതൽ അധ്യാപകരെ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും. പല യൂണിവേഴ്സിറ്റീസിലും ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫൺ പ്രഷറൈസ്ഡ് ബൈ ദർ കോളേജ് ടു മെയിൻറ്റെയിൻ റാങ്കിങ്സ്, ഫോക്കസ് ഓൺ റിസർച്ച് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ടീച്ചിങ് ക്വാളിറ്റി. അപ്പോൾ ടീച്ചിങ് ക്വാളിറ്റിയേക്കാൾ കൂടുതൽ റിസർച്ചിലേക്ക് അവർ ഫോക്കസ് ചെയ്യേണ്ടി വരും, ലീഡിങ് ടു എ സൈക്കിൾ ഓഫ് പുവർ ക്വാളിറ്റി ഗ്രാജുവേറ്റ്സ് ആൻഡ് ഫർദർ ഡീഗ്രഡേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്താ, അവിടെ ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. കൂടുതൽ ഫോക്കസ് റിസർച്ചിലേക്ക് പോകും, അപ്പോൾ ഗ്രാജുവേറ്റ്സ് വേണ്ടത്ര ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റത്തില്ല. The article argues that this situation threatens India's socio-economic future, especially as industries struggle to find skilled workers and as research initiatives face a shortage of qualified talent. അപ്പൊ അവിടെ ഒരു എന്തുവാ, നമുക്ക് വേണ്ടത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇന്ത്യ സോഷ്യോ എക്കണോമിക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. And as a research institute face a lot of shortage of qualified talent. The article proposes several ideas to improve the situation. എന്തൊക്കെ ഐഡിയാസ് നമുക്ക് നോക്കാം ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള? ആദ്യമായിട്ട് റീവാലുവേറ്റ് റാങ്കിങ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടുതലായിട്ടും റാങ്ക് ചെയ്യണം നമുക്കറിയാം. ഇങ്ങനത്തെ റിസർച്ച് ഔട്ട്പുട്ട് ഒക്കെ അവർ നോക്കും. അത് മാറ്റിയിട്ട് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി റാങ്ക്ഡ് ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ടീച്ചിങ് റാദർ ദാൻ ദ റിസർച്ച് ഔട്ട്പുട്ട്. പിന്നെ അടുത്തതായിട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഫോക്കസ് മോർ ഓൺ പെഡഗോഗി ആൻഡ് ലെസ് ഓൺ റിസർച്ച്. അവർക്ക് കരിക്കുലം ആ കാര്യത്തിൽ ആയിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റാദർ ദാൻ റിസർച്ച്, വിച്ച് വുഡ് ലീഡ് ടു
ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്തൻ ഫാക്കൽറ്റി ഡെവലപ്മെന്റ്. നമ്മൾ കൂടുതലായിട്ട് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. മെന്റർഷിപ്പ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ഇവാലുവേഷൻസ്, ആ മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ, ഇന്നത്തെ കാലത്ത് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും മെന്റർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവിടെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അത് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. എന്താണ് കുട്ടിയുടെ വീക്ക്നെസ്, അതനുസരിച്ച് നമുക്ക് അത് അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മെന്റർഷിപ്പ്, പിന്നെ കൂടാതെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ്. പിന്നെ അത് കൂടാതെ കൊളാബറേറ്റീവ് എഫേർട്സ് വിത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്സ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ജോയിന്റ് ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയും. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് എസ്റ്റാബ്ലിഷ് ജോയിന്റ് ഡിഗ്രി പ്രോഗ്രാംസ് where top performing students from teaching institutions spend their final years in research institutions. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 4-year UG പ്രോഗ്രാം ഒക്കെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. FYUGP പ്രോഗ്രാം. ഇത് എന്തുവാ, ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഓണേഴ്സ് ബിരുദമാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. സോ നേരത്തെ ഇത് ഡൽഹി യൂണിവേഴ്സിറ്റീസിലൊക്കെ സുപരിചിതമായിട്ടുള്ളായിരുന്നു. സോ അതിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ ഇതിന്റെ അവസാന വർഷമൊക്കെ എന്താണ്, കൂടുതലും കുട്ടികൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അവർക്ക് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ ആ രീതിക്ക് വരികയാണെങ്കിൽ ഈ അവർക്ക് വേണ്ട ഒരു സ്കിൽ സെറ്റ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ടീച്ചേഴ്സിന് അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ 4-year UG പ്രോഗ്രാമിനൊക്കെ കിട്ടുന്ന ഒരു സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ കൂടിയാണ്. ദിസ് വുഡ് ഹെൽപ്പ് ഇംപ്രൂവ് ബോത്ത് ടീച്ചിങ് ക്വാളിറ്റി ആൻഡ് സ്റ്റുഡന്റ് ഔട്ട്കംസ് ആസ് വെൽ ആസ് ഫോസ്റ്റർ ഗ്രേറ്റർ കൊളാബറേഷൻ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ കൂടുതൽ അവർക്ക് പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ചാൻസസ് കൂടുതലാണ്. This article concludes that these proposals, if implemented, could significantly improve the quality of higher education in India. ഈ പ്രപ്പോസൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ദേ വുഡ് ക്രിയേറ്റ് എ മോർ റോബസ്റ്റ് പൈപ്പ്ലൈൻ ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽസ് ആൻഡ് റിസർച്ചേഴ്സ്, എൻഹാൻസ് ദ quality of undergraduate education and foster stronger collaborations between teaching and research institutions, ultimately benefiting the country's economy and research capabilities. അപ്പോൾ നമുക്ക് സ്കിൽഡ് പ്രൊഫഷണൽസിനെ നമ്മുടെ ഈ ഒരു സോഷ്യോ എക്കണോമിക് ഇന്ത്യൻ ഫ്യൂച്ചറിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്വാളിറ്റി ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഫോസ്റ്റർ സ്ട്രോങ്ങർ കൊളാബറേഷൻ ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അൾട്ടിമേറ്റ്ലി എന്താണ് ബെനിഫിറ്റ്, കൺട്രിയുടെ എക്കോണമിയും അതുപോലെ റിസർച്ച് കേപ്പബിലിറ്റീസും ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായത് നമുക്ക് എന്താണെന്ന് നോക്കാം. ആധാർ ബയോമെട്രിക് ഡാറ്റ ആക്സസ് വിൽ എയ്ഡ് ഫോറൻസിക്സ്. ഇത് GS2വിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ഗവർണൻസ് റിലേറ്റഡ് ആണ്. ആധാർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് റിലേറ്റഡ് ടു ഗവർണൻസ്. അത് GS2വിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇതിനകത്ത് എന്താണ് നമുക്ക് നോക്കാൻ പറയുന്നത്. ഇതായിരുന്നു ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. The article discusses the challenge of balancing privacy protections with the need for law enforcement to identify deceased individuals, particularly those with no identification. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ആധാറിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു പ്രൈവസി കൺസേൺസും വരുന്നുണ്ട്. അതുപോലെ ലോ എൻഫോഴ്സ്മെന്റിന് വേണ്ടി നമുക്ക് ഈ ബയോമെട്രിക്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ, അവിടെ ഒരു പ്രൈവസി പ്രൊട്ടക്ഷന്റെ ഒരു ചലഞ്ച് ആണ്. സോ ഇത് രണ്ടും കൂടി ഒരു ബാലൻസ് ആവശ്യമാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അണ്ടർ ദ ആധാർ ആക്ട്, ദ UIDAI, നമുക്കറിയാം, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, prohibits the sharing of biometric information such as fingerprints and iris scans, കണ്ണിന്റെ സ്കാൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ aiming to protect individual privacy. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് UIDAI ഗൈഡ്ലൈൻസ് വഴി പറയുന്നത് ആധാർ ആക്ടിൽ. However, in cases involving unidentifiable bodies such as victims of accidents, homicides, or those from marginalized backgrounds, accessing fingerprint data could help identify the deceased and ensure proper investigation and closure for families. നമുക്ക് എന്താ, ഇങ്ങനത്തെ കേസസിൽ, ആക്സിഡൻസിലും പിന്നെ അതുപോലെ ഹോമിസൈഡ്സ് ഒക്കെ നടക്കുമ്പോഴും മനുഷ്യ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇൻവോൾവിംഗ് ദ മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകൾ, ആ ഒരു കേസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ ബയോമെട്രിക്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അത് പറ്റുവാണെങ്കിൽ ഇറ്റ് കുഡ് ഹെൽപ്പ് ഐഡന്റിഫൈ ദ ഡിസീസ്ഡ് ആൻഡ് എൻഷുർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്ലോഷർ ഫോർ ഫാമിലീസ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, the article highlights that many unidentified individuals are from economically disadvantaged groups. കൂടുതൽ അൺഐഡന്റിഫൈ ആയിട്ട് പോകുന്ന ആളുകൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പെടുന്നതായിരിക്കും, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ് ആയിരിക്കും, അവർ വൾണറബിൾ ആയിരിക്കും. ആൻഡ് ഇൻ സച്ച് കേസസ് ദ standard investigative procedures often involve searching for distinctive features and evidence and checking against missing person reports. കൂടുതലും
എന്താ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സും എവിഡൻസും ഒക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മിസ്സിംഗ് പേഴ്സൺസ് റിപ്പോർട്ടോ അതൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഹൗ ഓവർ ദ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസസ് വിച്ച് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ക്രിമിനൽ റെക്കോർഡ്സ് ക്യാൻ മേക്ക് ഐഡന്റിഫിക്കേഷൻ ഡിഫിക്കൽട്ട്. Access to Aadhaar database where biometric data is more comprehensive could significantly aid in these situations. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാന്നാ പറയുന്നത്, ആധാറിന്റെ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ആളുകൾ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം എന്നൊരു സജഷൻ ആണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അടുത്തതായിട്ട് ദ ആർട്ടിക്കിൾ സജസ്റ്റ് എ റീവാലുവേഷൻ ഓഫ് ദ absolute restrictions on sharing core biometric information in specific contexts like identifying deceased persons. ഇതിനകത്തൊന്ന് റീവാലുവേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഈ ആക്ടിലെ കാര്യങ്ങൾ. അത് കൂടുതലായിട്ട് ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റണം. കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ കേസുകളിൽ യൂസ് ചെയ്യാൻ പറ്റണം. ഇറ്റ് പ്രപ്പോസസ് ദ പോലീസ് കുഡ് ആക്സസ് അതർ ഡാറ്റ ത്രൂ എ ലീഗൽ പ്രോസസ് സച്ച് ആസ് the registration of a first information report FIR without needing a high court order. This could streamline the identification process and help uphold the dignity of both the living and the deceased, particularly for marginalized individuals who face unequal access to the justice system. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു ജസ്റ്റിസ് ഡെലിവറി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ. അതായത് FIR ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോഴത്തേനും തന്നെ പോലീസിന് ഈ ആധാർ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് നീഡിങ് എ ഹൈക്കോർട്ട് ഓർഡർ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ഡിലേസ് വരും ഹൈക്കോർട്ട് ഓർഡർ ഒക്കെ വരുമ്പോൾ. സോ അതൊന്നും ഇല്ലാതെ ആ നൂലാമാലകളൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് വഴി കൊണ്ടുവരാൻ സാധിക്കണമെന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിളിൽ പ്രപ്പോസ് ചെയ്യുന്നത്. ദ ആർട്ടിക്കിൾ കൺക്ലൂഡ്സ് ദാറ്റ് identifying deceased individuals is not only a practical necessity for law enforcement but also a constitutional imperative tied ടു ദ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അപ്പം ഇങ്ങനത്തെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇത് ലോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു പ്രാക്ടിക്കൽ നെസസിറ്റി മാത്രമല്ല, ബട്ട് ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപെറേറ്റീവ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ടു ലൈഫ് എല്ലാ വർഷവും പ്രിവൻസി ചോദിക്കുന്നതാണ് റൈറ്റ് ടു ലൈഫിന്റെ ആർട്ടിക്കിൾ 21 ആണെന്ന് നമുക്കറിയാം, വിത്ത് ഡിഗ്നിറ്റി. സോ ഓക്കെ, റൈറ്റ് ടു ലൈഫ് പല കോടതി ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ റൈറ്റ് ടു ലൈഫിന് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. സോ അപ്പം പല കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. കൃത്യമായിട്ട് ഈ ഇത് ഇവർക്ക് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഈ ബയോമെട്രിക്സ് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റണം. ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ എ ബാലൻസ് ബിറ്റ്വീൻ പ്രൈവസി ആൻഡ് ദ നീഡ് ടു എൻഷുർ റെസ്പെക്ട് ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് എസ്പെഷ്യലി ദോസ് ഫ്രം ഡിസഡ്വാൻറ്റേജ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരണം, പ്രൈവസിയും പിന്നെ അതുപോലെ ജസ്റ്റിസ് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് എന്നുള്ള ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇഫ് ടാർഗെറ്റ്സ് ക്രൗഡ് സോഴ്സ്ഡ് ദെയർ റിമാർക്കബിൾ ജീൻസ് ക്യാൻ ഹ്യൂമൻസ്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ആണ് GS3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതായത് ബയോടെക്നോളജി ഫീൽഡിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. റിച്ച് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇഫ് ടാർഗെറ്റ്സ് ക്രൗഡ് സോഴ്സ്ഡ് ദെയർ റിമാർക്കബിൾ ജീൻസ് ക്യാൻ ഹ്യൂമൻസിന് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. അതായത് ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട് ഈ ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്നത് പണ്ട് ജീവിച്ചിരുന്ന ഒരു തരം ജീവികളാണ്. ടാർഡിഗ്രേഡ്സ് ഓൾസോ നോൺ ആസ് വാട്ടർ ബെയേഴ്സ് ഓർ മോസ് പിഗ്ലെറ്റ്സ്. ഇതാണ് ആ ജീവിയുടെ ഒരു ഇമേജ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാർഡിഗ്രേഡ്സ് ഓൾസോ നോൺ ആസ് വാട്ടർ ബെയേഴ്സ് ഓർ മോസ് പിഗ്ലെറ്റ്സ്. ഇതിന്റെ മറ്റൊരു പേരാണ് വാട്ടർ ബെയേഴ്സ് എന്നോ അല്ലെങ്കിൽ മോസ് പിഗ്ലെറ്റ്സ് എന്നോ ഇതിനെ വിളിക്കുക. ഇത് മൈക്രോസ്കോപ്പിക് ആണ്. ഇതിനെ നമുക്ക് അങ്ങനെ ബെയർ ഐസ് വഴി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ 8-legged creatures renowned for their remarkable resilience in extreme environments. അതായത് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഈ ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്ന വാട്ടർ ബെയേഴ്സ് അല്ലെങ്കിൽ മോസ് പിഗ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിന്. ഓക്കെ, they can survive conditions that are lethal to most life forms. മറ്റുള്ളവർക്ക് ലീത്തൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടുള്ള കണ്ടീഷൻസ് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഇന്റൻസ് റേഡിയേഷൻ, ഡീഹൈഡ്രേഷൻ, ഫ്രീസിങ് ഓർ ഈവൻ ദ വാക്വം ഓഫ് സ്പേസ്. ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ദീസ് ഏൻഷ്യന്റ് ഓർഗാനിസംസ് ബിലോങ് ടു ദെയർ ഓൺ ഫൈലം ടാർഡിഗ്രാഡ. അവര് ഉൾപ്പെടുന്ന ഫൈലത്തിന്റെ പേരാണ് ടാർഡിഗ്രാഡ എന്ന് പറയും. ടാർഡിഗ്രാഡ വിത്ത് ഓവർ 1300 സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്. എത്രയാണ്? 1300 സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്. ഈച്ച് യൂണിക്ലി അഡാപ്റ്റഡ് ടു ഹാർഷ് എക്കോസിസ്റ്റംസ് ലൈക്ക് ദ ആർട്ടിക്, ഡിസേർട്സ് ആൻഡ് ഡീപ് സീ ഫ്ലോസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം
ടാർഡിഗ്രാഡ എന്ന് പറയുന്ന ഈ ഫൈലത്തിൽ പെടുന്ന ജീവികൾ ഇങ്ങനത്തെ എക്കോസിസ്റ്റത്തിലെല്ലാം ഫൗണ്ട് ചെയ്യും. ആർട്ടിക്കിലും പിന്നെ അതുപോലെ ഡിസേർട്ടിലും പിന്നെ അതുപോലെ ഡീപ് സീ ഫ്ലൂസിലും. ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത തന്നെ. ആർട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം തണുപ്പുള്ള ഏരിയാസ് ആണ് അല്ലെ. പിന്നെ അടുത്ത ഡിസേർട്സിലൊക്കെ ഭയങ്കര ചൂടുള്ള കണ്ടീഷനാണ്. സോ ഇവർക്ക് എന്താ ഇവരുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞാൽ എന്താ എക്സ്ട്രീം എൻവയോൺമെന്റ്സ് ഇവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. സോ അത് അവരുടെ ഒരു പെക്യുലാരിറ്റിയാണ്. ദർ എവല്യൂഷണറി ഹിസ്റ്ററി ഡേറ്റ്സ് ബാക്ക് അറ്റ്ലീസ്റ്റ് 600 മില്യൺ ഇയേഴ്സ്. അപ്പൊ ഇവര് 600 വർഷങ്ങളെങ്കിലും 600 മില്യൺ വർഷങ്ങളെങ്കിലും പിന്നെ ജീവിച്ചവരാണ്. എത്രയാണ്? 600 മില്യൺ. 600 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? യെസ്, അതെ. എത്രയാണ്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുപോലെ 600 മില്യൺ, 600 ഇൻറ്റു 10 ലക്ഷം, അത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ആളുകളാണ് എന്ത് നമ്മുടെ ഈ ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ മില്യൺ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് നെറ്റിലൊക്കെ നമ്മൾ വ്യൂസ് ഒക്കെ കാണുന്നത്. 1 മില്യൺ അടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര? 10 ലാക്സ് അടിക്കുക എന്നുള്ളതാണ്. 10 ലാക്സ് ലൈക്ക് കിട്ടുക, അതാണ് 1 മില്യൺ. അല്ലെങ്കിൽ 1 മില്യൺ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര? ഒരു 10 ലക്ഷം അത്രയും വർഷങ്ങൾ മുന്നേ ജീവിച്ച ഓർഗാനിസംസ് ആണ് ഈ ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇവരുടെ ഒരു എന്തൊക്കെയാണ് ആർട്ടിക്കിൾ പറഞ്ഞ ഡീറ്റെയിൽസ് നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് സർവൈവൽ സ്ട്രാറ്റജീസ് ഓഫ് ടാർഡിഗ്രേഡ്സ് ഈസ് ക്രിപ്റ്റോബയോസിസ്. അവരിങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാനുള്ള അവരുടെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ സർവൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു പെക്യുലാരിറ്റി ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് വേർ അതൊരു സ്റ്റേറ്റ് ആണ്. ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എ സ്റ്റേറ്റ് വേർ ദേ സസ്പെൻഡ് ഓൾമോസ്റ്റ് ഓൾ ബയോളജിക്കൽ പ്രോസസ്സസ് ടു എൻഡ്യൂർ എക്സ്ട്രീം കണ്ടീഷൻസ്. അവർക്ക് എക്സ്ട്രീം കണ്ടീഷൻസ് എൻഡ്യൂർ ചെയ്യാൻ വേണ്ടി അവരൊരു സ്റ്റേറ്റിൽ എത്തും. ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം അവർ സസ്പെൻഡ് ചെയ്യും, അവർ നിർത്തും. ശരീരത്തെ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും അവർ നിർത്തിയിട്ട് അവരൊരു എക്സ്ട്രീം കണ്ടീഷൻസ് എൻഡ്യൂർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേറ്റിൽ എത്തും. അതിനെയാണ് ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റിന്. ദിസ് അലൗസ് ദം ടു സർവൈവ് വിത്തൗട്ട് വാട്ടർ ഇൻ സബ്സീറോ ടെമ്പറേച്ചേഴ്സ് ആൻഡ് അണ്ടർ ഹൈ റേഡിയേഷൻ. അവിടെ വെള്ളം പോലും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും ഇങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസിൽ. Their ability to resist radiation is due to specialized mechanisms that protect their genetic material from damage. അപ്പം അവർക്ക് എന്താ റേഡിയേഷൻ ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് അതിനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ അവർക്ക് ഉണ്ട്. റീസെന്റ് റിസർച്ച് ഹാസ് ഷോൺ ദാറ്റ് ടാർഡിഗ്രേഡ്സ് ക്യാൻ റിക്കവർ ആൻഡ് റെസ്യൂം നോർമൽ ലൈഫ് ഈവൻ ആഫ്റ്റർ ദ എക്സ്പോഷർ ടു ലീത്തൽ റേഡിയേഷൻ. അപ്പം ലീത്തൽ റേഡിയേഷനിൽ നിന്നൊക്കെ അത്ര അത് അതിലേക്ക് എക്സ്പോസ്ഡ് ആയാൽ പോലും അവർക്ക് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് നോർമൽ ലൈഫ് റെസ്യൂം ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒക്കെ ഈ പറയുന്ന ടാർഡിഗ്രേഡ്സിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സയന്റിഫിക് ഇൻട്രസ്റ്റ് ഇൻ ടാർഡിഗ്രേഡ്സ് ഹാസ് ഗ്രോൺ ആസ് റിസർച്ചേഴ്സ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ മെക്കാനിസംസ് ബിഹൈൻഡ് ദർ ഓർ എക്സ്ട്രാ ഓർഡിനറി സർവൈവൽ. അപ്പൊ എന്താ ഇതിന്റെ പിന്നിലെ കാരണങ്ങളൊക്കെ നമ്മുടെ റിസർച്ചേഴ്സ് ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സയന്റിഫിക് ഇൻട്രസ്റ്റ് ആളുകളിൽ ജനിപ്പിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു സയന്റിഫിക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ പഠിക്കാൻ വേണ്ടി. ഇൻസൈറ്റ്സ് ഫ്രം ദീസ് സ്റ്റഡീസ് കുഡ് ലീഡ് ടു ബ്രേക്ക് ത്രൂസ് ഇൻ വേരിയസ് ഫീൽഡ്സ്. പല ഫീൽഡിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്തെ ഈ ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബ്രേക്ക് ത്രൂസ് ഒക്കെ ഇൻക്ലൂഡിങ് എന്തിലൊക്കെയാണ്? ഹ്യൂമൻ മെഡിസിനിൽ ഉപയോഗിക്കാം, സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഉപയോഗിക്കാം. A key focus has been on proteins found in tardigrades. ടാർഡിഗ്രേഡ്സിലുള്ള പ്രോട്ടീൻസ് ആണ് അടുത്ത നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പർട്ടിക്കുലർലി ഇൻട്രിൻസിക്കലി ഡിസോർഡേഡ് പ്രോട്ടീൻസ് വിച്ച് ഹെൽപ് ദം സർവൈവ് എക്സ്ട്രീം കണ്ടീഷൻസ് ലൈക്ക് ഡെസിക്കേഷൻ ആൻഡ് ഹീറ്റ്. അവരുടെ വേറൊരു നമ്മുടെ ഒരു പഠന മേഖലയാണ് ഇവരുടെ പ്രോട്ടീൻസ് പഠിക്കുക എന്നുള്ളത് ടാർഡിഗ്രേഡ്സിലുള്ളത്. അവർക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രിൻസിക്കലി ഡിസോർഡേഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ അവർക്ക് ശരീരത്തുണ്ട്. അത് വെച്ചിട്ട് വിച്ച് ഹെൽപ് ദം സർവൈവ് എക്സ്ട്രീം കണ്ടീഷൻസ് ലൈക്ക് ഡെസിക്കേഷൻ ആൻഡ് ഹീറ്റ്. അതായത് ഡ്രൈയിങ് ഔട്ട് ചെയ്യുന്ന ശരീരത്തെ വെള്ളമൊക്കെ പറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഡെസിക്കേഷൻ എന്ന് പറയുന്നത്. അതും ഹീറ്റും ഒക്കെ അതിജീവിക്കാൻ വേണ്ടി ഈ പ്രോട്ടീൻസ് കൊണ്ട് ഇവർക്ക് സഹായിക്കും. ഫോർ എക്സാമ്പിൾ ക്ലോണിങ് ദീസ് പ്രോട്ടീൻസ് ഇൻ അതർ മൈക്രോബ്സ്. മറ്റുള്ള മൈക്രോബ്സിലൊക്കെ നമുക്ക് ഇത് ക്ലോൺ ചെയ്ത് ഈ പ്രോട്ടീൻസ് വികസിപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഹാസ് ഷോൺ പ്രോമീസ് ഇൻ എൻഹാൻസിങ് ദർ റെസിലിയൻസ്. അവരുടെ റെസിലിയൻസ് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കും. സോ ഇത് ഇപ്പോഴത്തെ ഇതിൽ സയന്റിഫിക് ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന വളരെ ഒരു നല്ലൊരു പെക്യുലാരിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ നമുക്കിത് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യമാണ്. എന്താണ് ടാർഡിഗ്രേഡ്സ്, ആ കാര്യങ്ങളൊക്കെ. A recent study revealed details about the genes responsible for tardigrades radiation resistance. ഇതിന്റെ പിന്നിലുള്ള ജീൻസ് എന്തൊക്കെയാണ്, ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ, ഇതിന്റെ ജീൻസ് ഒക്കെ ഇപ്പം പല ഡീറ്റെയിൽസും റിവീൽ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഇൻക്ലൂഡിങ് സം ജീൻസ് യൂണിക് ടു ദീസ് സ്പീഷീസ് ആൻഡ് അതേഴ്സ് അക്വയർഡ് ത്രൂ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ഫ്രം ബാക്ടീരിയ. ചിലത് ഇതിന് മാത്രമുള്ള ജീൻസ് ആണ്, ചിലത് ഇതിന്റെ ശരീരത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചിലത് ഇവരെ ജീൻ ട്രാൻസ്ഫർ, ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ വഴി ബാക്ടീരിയയിൽ നിന്ന് കിട്ടിയ ജീൻസ് ആണ് ഇവരുടെ.
നമുക്ക് നോക്കാം. These genes such as DODA1 involved in antioxidant production. Antioxidant production ഒക്കെ സഹായിക്കുന്ന ഒരു ജീനാണ് DODA1 എന്ന് പറയുന്നത്. പിന്നെ TRID1 important for DNA repair. DNA repair സഹായിക്കുന്ന മറ്റൊരു ജീനാണ് TRID1 എന്ന് പറയുന്നത്. Are critical for maintaining cellular stability and energy production under stress. അപ്പം ഈ സ്ട്രെസ് സമയത്തൊക്കെ ഇവർക്ക് ഈ വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥ, ആ ഒരു എക്സ്ട്രീം കണ്ടീഷനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സോ ആ സമയത്തൊക്കെ ഇവർക്ക് സെല്ലുലാർ സ്റ്റെബിലിറ്റി അതുപോലെ എനർജി പ്രൊഡക്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇങ്ങനത്തെ ജീൻസ് എന്നൊക്കെ പറയുന്നത്. സോ അത് നമ്മുടെ മനസ്സിൽ നിന്ന് വെച്ചേക്കാം. ഓക്കെ, ദ ലെസൺസ് ഫ്രം ടാർഡിഗ്രേഡ്സ് കുഡ് ഹാവ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ബയോടെക്നോളജി ആൻഡ് മെഡിസിൻ. അതാണ് ഞാൻ പറഞ്ഞത്, GS3 വരുന്നതാണ്. ബയോടെക്നോളജി ഭാഗത്തൊക്കെ ഇത് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ടാർഡിഗ്രേഡ്സിന്റെ പഠനം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദീസ് ഓർഗാനിസംസ് പ്രൊട്ടക്ട്സ് ദെയർ സെൽസ് ഫ്രം damage could improve the stability of biological therapies like protein vaccines and cell therapies, which often need to be stored and transported under harsh conditions. അപ്പം നമുക്ക് ഈ വാക്സിൻസ് ഒക്കെ നമുക്കറിയാം, എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥാനത്തിലൊക്കെ വാക്സിൻ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ ഇത് സ്റ്റോർ ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇത് എന്തുകൊണ്ടാണ് ടാർഡിഗ്രേഡ്സിന് ഇങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസ് സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാര്യമൊക്കെ നമുക്ക് ഈ നമ്മുടെ ഈ വാക്സിൻസിലൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റഡീസിലൊക്കെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടാർഡിഗ്രേഡ്സ് ഓഫർ എ യൂണിക് ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് മോർ റെസിലിയന്റ് ബയോളജിക്കൽ സിസ്റ്റംസ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു എൻഹാൻസ് ദ എഫിക്കസി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ മെഡിക്കൽ ടെക്നോളജീസ്. സോ ഇത് നമുക്കൊരു ബ്ലൂ പ്രിന്റ്, കൃത്യമായിട്ടുള്ള ഒരു യൂണിക് ബ്ലൂ പ്രിന്റ് ഇത് നമുക്ക് ടാർഡിഗ്രേഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെ നമുക്കൊരു റെസിലിയന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാമെന്ന്, അതിൽ നിന്നൊക്കെ നല്ലധികം ഇൻസൈറ്റ്സ് നമുക്ക് ഇതിന്റെ സ്റ്റഡീസിൽ നമുക്ക് ലഭിക്കും. ഇൻ കൺക്ലൂഷൻ, വൈൽ ടാർഡിഗ്രേഡ് ബയോളജി മേ seem unusual, it holds immense potential for developing new strategies in medicine and biotechnology. അപ്പം പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് മെഡിസിനിലും ബയോടെക്നോളജിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പുതിയ ഇൻസൈറ്റ്സ് ഒക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട് ഫോർ ഇംപ്രൂവിംഗ് ദ ഡ്യൂറബിലിറ്റി ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആൻഡ് തെറാപ്പീസ്. സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഈസ് ക്രിപ്റ്റോബയോസിസ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഓപ്ഷൻ എ സ്പെഷ്യൽ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ടാർഡിഗ്രേഡ്സ്. B, a state where tardigrades suspend almost all biological processes. C, a method of reproducing in extreme environments. D, a gene that allows tardigrades to repair DNA. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. വി വിൽ റെസ്പോണ്ട് ടു ദാറ്റ് ക്വയറീസ്. സോ ഇന്നത്തെ ആർട്ടിക്കിൾസ്, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു, ഹാപ്പി ലേണിംഗ്. അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു.